എടാ മച്ചാനെ വാടാ, നിങ്ങൾ വരുന്ന ഞാനും കയ്യിൽ കുറെ നേരമായിട്ടാ നോക്കിയിരിക്കണ്. അയ്യോടാ ശക്തി, വരുന്ന വഴിക്ക് നല്ല ട്രാഫിക്കാ, അതുകൊണ്ടാ വരാൻ വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടാവും. ആ ശരി ശരി, അത് കുഴപ്പമില്ല. എന്തായാലും എത്തിയല്ലോ. ശരി, അകത്തേക്ക് വാ. എല്ലാവർക്കും ചായ എടുക്ക്. ആ ശരി ശക്തി. ഐഷു, കുട്ടികളെ അകത്തേക്ക് വാ, ഞാൻ ചായ എടുക്കാം. അതാ വരുന്നു കയൽ. ശിവേട്ടാ, നിങ്ങൾ വണ്ടിയിൽ നിന്ന് ലഗേജ് ഒക്കെ ഒന്ന് എടുത്തിട്ട് വരീ. ആ ശരി ഐഷു, നീ കുട്ടികളെ കൂട്ടിയിട്ട് അകത്തേക്ക് പോ, ഞാൻ ലഗേജ് എടുത്തിട്ട് വരാം. എടാ മച്ചാനെ നിക്കടാ, ഞാനും വരാ. ഹായ്, എന്റെ പേര് ധീരനല്ലേ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് റിയാന. ഇത് എന്റെ കുഞ്ഞനിയൻ, ഇവന്റെ പേര് ആദിക്കുട്ടൻ. ഞങ്ങള് ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് കളിക്കാട്ടോ. ഒന്നും വേണ്ട. ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ കളിക്കണം? എനിക്ക് വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോടൊപ്പം തന്നെ കളിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്? നിങ്ങൾക്ക് വീടൊന്നുമില്ലേ? ഞങ്ങൾക്ക് വീടുണ്ടല്ലോ, വലിയ വീടുണ്ട്. അച്ഛനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഞങ്ങളെ കുറച്ചു ദിവസം ഇരുന്നിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോവും. എന്തിനാ നിങ്ങൾ കുറച്ചു ദിവസം എന്റെ വീട്ടിലിരിക്കുന്നത്? ശരി, ഇരുന്നോളൂ. പക്ഷേ ഇവിടെ എന്റെ സാധനങ്ങളും എന്റെ കളിപ്പാട്ടവും എന്റെ ഒന്നും നിങ്ങൾ എടുക്കാൻ പറ്റില്ല. എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആരെങ്കിലും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോഴല്ലേ പറഞ്ഞത് എന്റെ കളിപ്പാട്ടം എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. താ ഇങ്ങോട്ട്. ഈ വീട്ടിലുള്ള എല്ലാ കളിപ്പാട്ടവും എന്റെയാ. ഇത് നിങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇനി എന്റെ കളിപ്പാട്ടം ഒന്നും തൊട്ടു പോരുത്. ആദിക്കുട്ടാ, അത് നമ്മന്റെ മിയാവ് അല്ലല്ലോ, അത് അവന്റെ അല്ലേ. അത് നമുക്ക് വേണ്ട. അവനല്ലേ പറഞ്ഞത് അവന്റെ കളിപ്പാട്ടം നമുക്ക് തരില്ലെന്ന്. പിന്നെന്താ, നമുക്ക്
കൊടുക്കുവോ? നിനക്ക് ഈ ബൊമ്മ വേണോ? ശരി, ഇന്ന വെച്ചോ. താങ്ക്സ് ദീദ. നീയേ നിന്റെ കളിപ്പാട്ടൊന്നും ഞങ്ങൾക്ക് തരില്ല പറഞ്ഞില്ലേ? അപ്പൊ നീ എന്റെ അപ്പൂസിനെ ഇത് മിയാ ബൊമ്മ തരില്ല വിചാരിച്ചു. എന്തായാലും എന്റെ അപ്പൂസിന്റെ കളിക്കൽ നിർത്താൻ വേണ്ടി നീ നിന്റെ മിയാ ബൊമ്മ തന്നില്ലേ? ഇനി നമ്മ 3 പേരും ഫ്രണ്ട്സാ. നമുക്ക് ഒരുമിച്ച് കളിക്കാട്ടോ. നിങ്ങളൊന്നും എന്റെ ഫ്രണ്ട് അല്ല. ഞാനൊന്നും നീ പറഞ്ഞതിന് വേണ്ടിട്ട് അവന് ബൊമ്മ കൊടുത്തില്ല. അവൻ കരയുന്നത് കാണുമ്പോ പാവം തോന്നിട്ട് കൊടുത്തതാ. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടും അല്ല. എന്റെ കളിപ്പാട്ടങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് തരൂല്ല. ഈ മിയാവ് ബൊമ്മ മാത്രം തന്നെ ഞാൻ അവന് കൊടുത്തത്. അതും കുറച്ചു നേരം കളിച്ചിട്ട് തിരിച്ചു തരണം. അതിനും പറഞ്ഞ് ഇനി എപ്പോഴും നമുക്ക് ഒരുമിച്ച് കളിക്കാ. എന്റെ കളിപ്പാട്ടമൊക്കെ എടുക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാനും വരില്ല. എന്റെ വീട്ടിലുള്ള കളിപ്പാട്ടമൊന്നും നിങ്ങൾ എടുക്കാനും പാടില്ല. നിനക്ക് മിയാവ് ബൊമ്മ കിട്ടിയല്ലോ. നീ കളിച്ചോ. ഈ ചെക്കൻ എന്താ ഇങ്ങനെ? ഇവന്റെ കളിപ്പാട്ടമൊന്നും ഞങ്ങൾക്ക് തരില്ലെന്നും പറയുന്നു. പിന്നെ അപ്പൂസ് കരയുന്നത് കണ്ടിട്ട് പാവം തോന്നി മിയാവ് ബൊമ്മ തന്നിട്ടും പോണു. ഈ ചെക്കൻ ഗുഡ് ബോയ് ആണോ അതോ ബാഡ് ബോയ് ആണോ? ഈ ആപ്പിൾ പൊളിക്കുന്നല്ലോ. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ തിന്നാൻ വേറെ ഒന്നുമില്ലല്ലോ. ഈ ആപ്പിൾ മാത്രമല്ലേ ഉള്ളത്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഷിമാളു, നീ എന്താ ചെയ്യുന്നത്? എടാ ജീര, എന്താ ചെയ്യുന്നത് നിനക്ക് കണ്ടാ മനസ്സിലാവുന്നില്ലേ? ആപ്പിൾ തിന്നോണ്ടിരിക്കാടാ. എന്താടാ നിനക്ക് വേണോ? ആപ്പിൾ കുറച്ച് പുളിപ്പാ. എന്നാലും കുഴപ്പമില്ല. എന്നാ അയ്യോ ഷിമാളു, എനിക്ക് ആപ്പിൾ ഒന്നും വേണ്ട. ഞാൻ നിന്നെ കൊണ്ട് എന്താ പറഞ്ഞത്? എന്റെ വീട്ടിലേക്ക് പുതിയതായിട്ട് റിയാന്നും പറഞ്ഞ ഒരുത്തി വന്നിരിക്കുവാ. എനിക്ക് അവള് വീട്ടിലേക്ക് വന്നത് തന്നെ ഇഷ്ടമല്ല. അവന്റെ അനിയനില്ലേ, വെറുതെ എന്റെ കളിപ്പാട്ടൊക്കെ വേണമെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടേയിരിക്ക. അവനാണെങ്കിലോ കുഞ്ഞു ചക്കന. അവൻ കരയുന്നത് കണ്ടാലേ എന്റെ അമ്മ പിന്നെ എന്റെ വീട്ടിലുള്ള എന്റെ എല്ലാ കളിപ്പാട്ടും എടുത്ത് അവന് കൊടുക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ ബൊമ്മ അവന് കൊടുത്തിട്ട് വന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ കളിപ്പാട്ടം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരെങ്ങനെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാന്ന് ചോദിച്ചാ നീ എന്താന്ന് വെച്ചാ ആപ്പിൾ തിന്നോണ്ടിരിക്കണ്. തീരാ, അതിന് ഐഡിയ പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇരുന്ന് ആപ്പിൾ തിന്നുന്നത്. അതെ, എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ബ്രെയിൻ വർക്ക് ആവുള്ളൂ. എന്നതിനെ ആലോചിച്ച് നല്ല ഐഡിയ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാ നിനക്ക് ഞാൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നല്ല ഐഡിയ പറഞ്ഞു തരണ്ടേ. അതിന് വേണ്ടിട്ടാ ഞാൻ ആപ്പിൾ തിന്നിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ശരി, എന്നിട്ട് ആലോചിച്ചോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അതെ, ഈ ആപ്പിള് തിന്നാൻ ഒരു സുഖമില്ല. ഇത് വെറും പുളിപ്പാ. ഇത് തിന്നാൻ ഒരു ഐഡിയ വരുന്നില്ല. ഈ വെയിലത്തെ നല്ല തണുപ്പുള്ള ഐസ്ക്രീം ഒക്കെ കഴിച്ചാ ബ്രെയിൻ നല്ല സൂപ്പർ ആയിട്ട് വർക്കാവും. ഐസ്ക്രീം കഴിച്ചാലേ നിനക്ക് ഞാൻ സൂപ്പർ ഐഡിയ പറഞ്ഞു തരും. ഐസ്ക്രീമോ? അതിന് ഇപ്പൊ ഐസ്ക്രീമിന് എവിടെയാ പോവാ? അതെനിക്കറിയില്ല. പക്ഷെ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നാലേ ഞാന് ആ റിയാനിയും അവളുടെ അനിയനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നല്ല അടിപൊളി ഐഡിയ പറഞ്ഞു തരും. ശരി, ഞാനേ എന്റെ അച്ഛനെ കൊണ്ട് ഐസ്ക്രീം ചോദിച്ചാൽ അച്ഛൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും. അപ്പൊ ഞാൻ ഐസ്ക്രീം നിനക്ക് തരാം. നീ ഐസ്ക്രീം കഴിച്ചിട്ട് എനിക്ക് അറിയാനെയും അവളുടെ അനിയനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നല്ല ഐഡിയ പറഞ്ഞു തരുമോ? ഓ, ഐസ്ക്രീം കഴിച്ചാൽ നല്ല അടിപൊളി ഐഡിയ വരും. നീ എനിക്ക് ഐസ്ക്രീം മാത്രമേ കൊണ്ടുവന്നിട്ടാ. അത് കഴിച്ചിട്ട് അവരെ പുറത്താക്കാനുള്ള സൂപ്പർ ഐഡിയ ഞാൻ നിനക്ക് തരാം. ശരി എന്നാ നിക്ക്, ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് പറഞ്ഞേ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എങ്ങനെയെങ്കിലും അറിയാനെയും അവളുടെ അനിയനെയും എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ മതി. അതൊക്കെ പുറത്താക്കാം. അതിനുള്ള ഐഡിയ ഈ മാളിക്കുട്ടി പറഞ്ഞു തരാം. ആര് പുറത്തായാലും അകത്തായാലും ഈ മാളിക്കുട്ടിക്ക് ഐസ്ക്രീം കിട്ടുമല്ലോ, അത് മതി.